വിളിച്ചു നോക്കാം. ഹലോ, മണവാളനല്ലേ ബ്രോ? എൻ്റെ പേര് റാംബോ എന്നാണ്. മനസ്സിലായ? എൻ്റെ പേര് റാംബോ എന്നാണ്. ഞാൻ എറണാകുളത്ത് തൊപ്പിയുടെ കൂടെ ഉള്ളതാണ്. ഒരു എന്താ? അതെ 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 ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് ബ്രോ. ഇന്നലെ ഞാൻ അൻഷിഫുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അൻഷിഫ് രണ്ടാമത് എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോഴത്തേക്ക് വിളിച്ച ഉടനെ എൻ്റെ തള്ളക്കാണ് വിളിച്ചത്, എൻ്റെ അമ്മയ്ക്കാണ് വിളിച്ചത്. മനസ്സിലായ? അപ്പോഴത്തേക്ക് ഞാൻ അതിൽ ബ്രോയുടെ സൗണ്ട് കേട്ടു. ബ്രോയാണോ എന്നെ ചീത്ത വിളിച്ചത്? എൻ്റെ നമ്പർ ഞാൻ എനിക്ക് കിട്ടി. ഇത് കിട്ടാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ ബ്രോ. എന്തേ? നമ്പറല്ലേ എടുത്തോളൂ. ഞാൻ ബ്രോ എടുത്ത് വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ആ ബ്രോയുടെ സൗണ്ട് ഞാൻ കേട്ട്. അല്ല, ബ്രോയുടെ സൗണ്ട് ഞാൻ കേട്ട്. ബ്രോ ആണോന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. ഞാൻ വിത്ത് റെസ്പെക്ട് ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചു, നിങ്ങളാണോന്ന് മാത്രമേ ചോദിച്ചോളൂ. എന്തേ? ഞാനും മര്യാദയ്ക്ക് തന്നെ സംസാരിക്കണം. നിങ്ങളുടെ സൗണ്ട് ഞാൻ കേട്ട്. നിങ്ങളുടെ സൗണ്ട് ഞാൻ കേട്ട്. നിങ്ങളെ സൗണ്ട് ഞാൻ കേട്ട്. നിങ്ങളാണോ അല്ലയോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. എന്റെ വേറെ തെളിവൊന്നുമില്ല. ഇല്ല 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 എന്റെ വേറെ തെളിവൊന്നുമില്ല. ആണോ അല്ലേന്ന് മാത്രമേ ചോദിച്ചോളൂ ബ്രോ. ആണോ അല്ലേന്ന് മാത്രമേ ചോദിച്ചോളൂ. അപ്പൊ രഹസ്യമായിട്ട് ഇടപെട്ടെ. അത് ഞാൻ നിന്റെ അടുത്ത് മര്യാദക്കല്ലേ ചോദിക്കുന്നത്. എടാ, ഞാൻ നിന്റെ അടുത്ത് മര്യാദക്കല്ലേ, ഇത്രയും റെസ്പെക്റ്റോട് കൂടിയല്ലേ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത്. ഇഷ്ടമുള്ള പോലെ സപ്പോർട്ട് ചെയ്തോ. എന്നെ ഇന്നലെ വിളിച്ചതില് ഉണ്ടായിരുന്നോ ഇല്ലേ, അത് മാത്രമോ ഞാൻ ചോദിച്ചത്. പിന്നെ എന്നെ ചീത്ത വിളിച്ചാ ഞാൻ ചോദിക്കട്ടെ? നീ ചോദിക്കോ? ആര് പോലീസ് കളിച്ച്? നീ എപ്പോ എന്താ എന്റെ അടുത്ത് നേതാവ് കളിക്കാൻ നിൽക്കണത്? അല്ലല്ലോ. ആരും പറയുന്നു. മനസ്സിലായില്ലേ? ഒന്നും കൂടെ കേട്ടാ മനസ്സിലാവും ബ്രോ. രഹസ്യമായിട്ടായാലും പരസ്യമായിട്ടായാലും ഇങ്ങോട്ട് ഒന്നും വേണ്ട എന്നുള്ളത് മാന്യമായി പറയുന്നു. അതെ 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 ഞാനും അതേ കണക്കാ പറയുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. എന്റെ ഇന്നലത്തെ ആ ഒരു പ്രൈവസിയിൽ ബ്രോ വന്നിട്ടുണ്ടോ ഇല്ലേ, അത് മാത്രം ഞാൻ ചോദിച്ചോളൂ. ഞാൻ ഒരു വ്യക്തിയെ വിളിച്ചപ്പോൾ ബ്രോയുടെ സൗണ്ട് കേട്ടെന്ന് എന്റെ ചാറ്റ് മൊത്തം സ്പാം ചെയ്ത് പറഞ്ഞു. അവിടെ ഇവിടെയും കേൾക്കാൻ വേണ്ടിയിട്ട് ഇത് വേറെ ഒന്നും അല്ലല്ലോ ബ്രോ. ഇതെന്താണ്? ഞാൻ ഇനി മലപ്പുറത്തും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും വയനാടും എല്ലാം ഞാൻ പോകണം. ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് കാര്യം പറയണം. അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ വിളിച്ചിട്ട് ഒരു ലൈവ് തുടങ്ങിയപ്പോ ഞാൻ ഇത്രയും നാള് ബ്രോ ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ലല്ല, ബ്രോ ഇപ്പൊ ബ്രോയുടെ ഭാഗം പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, വിളിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എന്തിനാ ബ്രോ ഇങ്ങനെ അൻഷിഫിനെ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ബ്രോയുടെ വീട്ടിൽ ബ്രോയുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ. ഒരു കാര്യം ചോദിക്കാൻ ഞാൻ വിളിച്ചപ്പോൾ എന്റെ തള്ളക്ക് വിളിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? ഇപ്പൊ ഞാൻ ബ്രോയെ വിളിച്ചു. ബ്രോ എന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിച്ചല്ലോ. അതേ കണക്ക് ഒരു മാന്യത ഞാൻ അവിടെയും പ്രതീക്ഷിച്ചു. ആര് എന്നെ തള്ളക്കി വിളിച്ചു? ഇതിന്റെ ഫുൾ വീഡിയോ കിടപ്പുണ്ട്. എന്നെ തള്ളക്കി വിളിച്ചു. ഞാൻ തിരിച്ച് തള്ളക്കി വിളിച്ചിട്ടില്ല, എന്നെ തള്ളക്കി വിളിച്ചു.
ഫുൾ വീഡിയോ കിടപ്പുണ്ട്, ഫുൾ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ വിളിച്ച് കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് മൈര എന്ന് വിളിച്ച് എന്നെ അഭിസംബോധന ചെയ്തു. അപ്പം ഞാൻ പുള്ളിക്കാരനോട് തിരിച്ചു പറഞ്ഞു, മൈര എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ ഞാൻ അൻഷിഫിന്റെ ബ്രോ ഞാൻ ഒരു നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയാം. നിങ്ങൾ പറ. അതെ 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 ബ്രോ. ഇപ്പൊ ഞാൻ കുത്തിപ്പൊക്കി റിയാക്ട് ചെയ്തതല്ല. എന്റെ ഡിസ്കോ റീച്ച് ഉണ്ടാക്കാൻ അൻഷിഫിനെ വിറ്റ് റീച്ച്. ബ്രോ ഞാൻ നിൽക്കുന്ന ആരെ കൂടെ എന്ന് ബ്രോയ്ക്ക് അറിയാലോ. ഞാൻ നിൽക്കുന്ന ആരെ കൂടെയാ? ഞാൻ നിൽക്കുന്നത് തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെയാ. അൻഷിഫിനെ പോലെ ഒരു വ്യക്തിയെ വിറ്റ് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യം ഇവിടെ നമ്മളെ MRZ ഗ്യാങ്ങിന് ഇല്ല. നമ്മളെ ഗ്യാങ്ങിൽ ആർക്കും ഇല്ല, പ്രത്യേകിച്ച് എനിക്കില്ല, നമ്മളെ ഗ്യാങ്ങിൽ ആർക്കും ഇല്ല. അങ്ങനെ വിറ്റ് കണ്ടന്റ് ആക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് നമ്മളത് വിറ്റ് കണ്ടന്റ് ആക്കിയാനെ. മനസ്സിലായോ? നമ്മളത് മൊത്തത്തിൽ വിട്ട കേസാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഡിസ്കോഡ് ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു കമന്റ് ഞാൻ കണ്ടു, MRZ ഗ്യാങ് നായിന്റെ മക്കളെ മലപ്പുറത്ത് എവിടെയെങ്കിലും വെച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഈ കൂട്ടത്തിലുള്ള സോഡാ കുപ്പി മൈരന്മാരെ കൈകാര്യം ചെയ്യും എന്നൊരു സാധനം ഞാൻ ഇന്നലെ കേട്ടു. ഇന്നലെ കേട്ടു. ഇന്നലെ എൻ്റെ ഡിസ്കോഡിൽ ഇന്നലെ വന്ന കമന്റാ. എൻ്റെ ഡിസ്കോഡിൽ ഇന്നലെ വന്ന കമന്റാ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നമ്പർ എടുത്തിട്ടാണ് ഞാൻ ഫോൺ ചെയ്തത്. കോൾ ആക്കിയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് മൈര എന്ന് വിളിച്ചാണ് എന്നെ അഭിസംബോധന ചെയ്തത്. കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ലൈവ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ലൈവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മൈര എന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അതിൻ്റെ ചൊല്ലിയുള്ള സംസാരത്തിൽ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചു. അമ്മയ്ക്ക് വിളിച്ചാൽ മണവാളനാണെങ്കിൽ കേട്ടോണ്ടിരിക്കുമോ ബ്രോ ആണെങ്കിൽ കേട്ടോണ്ടിരിക്കുമോ? കേട്ടോണ്ടിരിക്കൂല. ആ ഒരു കേസാണ് ബ്രോ. നിങ്ങൾക്ക് എൻ്റെ അടുത്തും പ്രശ്നമില്ല, എനിക്ക് നിങ്ങളുടെ അടുത്തും ഒരു പ്രശ്നമില്ല. ഞാൻ ഇന്നേ വരെ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല. ബ്രോ ഒന്ന് ആ വീഡിയോ കണ്ടു നോക്ക്. ആ ലൈവ് ബ്രോ കണ്ടു നോക്ക്. മനസ്സിലായ? അല്ലാതെ ഇത് അൻഷിഫിനെ വിറ്റ് കാശ് ഉണ്ടാക്കേണ്ട ഗതികേട് നമുക്ക് ഉണ്ടാ ബ്രോ. ഇവിടെ ചുമ്മാ ലൈവ് ഇവിടെ അവൻ വെറുതെ ലൈവ് ചെയ്താൽ കിട്ടി. ഈ 10 അൻഷിഫിനെ ഒരുമിച്ച് വിറ്റുണ്ടാക്കുന്ന കാശ് അരമണിക്കൂറിൽ അവൻ ഉണ്ടാക്കും. മനസ്സിലായ? അതുകൊണ്ട് ഇവിടെ ഞാൻ ഇത്രയും നാൾ ഇതിൽ ഇടപെടാത്ത കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ലൈവ് അല്ലായിരുന്നു. അവൻ്റെ ലൈവിൽ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറേ മാന്യത എനിക്ക് കീപ്പ് ചെയ്യണം. അവൻ എൻ്റെ അടുത്ത് ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റൂല. ഞാൻ ഇപ്പോൾ ഇതിൽ ഇടപെട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ആ കമൻറ്റ് കണ്ടു. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ ആ കമൻറ്റ് ഞാൻ കണ്ടു. ആ കമൻറ്റ് ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചു. പലരും എഡിറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ ഇറക്കും. ആ ഒരു വിഷയത്തിലാണ് ഈഗോയിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സംഭവത്തിലാണ് നമുക്ക് എന്ത് ചെയ്ത് ഒരു വിഷയം ഉണ്ടായത്. ഇപ്പൊ ഡിസ്കോഡിലൊക്കെ പലരും എഡിറ്റ് ചെയ്ത് സംഭവങ്ങൾ മനസ്സിലായി ബ്രോ. ഇന്നലെ ഞാൻ ബ്രോയെ ഇപ്പം വിളിച്ചത് വളരെ 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 മാന്യതയോടുകൂടിയും വളരെ ബഹുമാനത്തോടു കൂടിയും മാത്രമാണ് ഞാൻ ബ്രോയെ ഇപ്പം വിളിച്ചത് ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്രോയുടെ സംസാരം അറിയാം. ഞാൻ നിങ്ങൾ പല വീഡിയോസ് മുമ്പ് കണ്ടിട്ടുള്ളപ്പോഴത്തേക്ക് ഇന്നലെ ആ രണ്ടാമത് വിളിച്ച കോൾ എടുത്തപ്പോഴത്തേക്ക് ബ്രോയുടെ സൗണ്ട് ഞാൻ കേട്ടു. മനസ്സിലായ? ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ ബ്രോയെ വിളിച്ച് ചോദിച്ചതാണ്. കാരണം ബ്രോ അതിൽ ചീത്ത വിളിക്കണതായിട്ട് ഞാൻ കേട്ടില്ല. അതിൽ ഫസ്റ്റ് സംസാരിക്കുന്ന ബ്രോയാണ്. അതെ 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 പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് പോകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്. അതെ, നല്ല രീതിക്ക് ഇനി വേറെ പ്രശ്നങ്ങളും വള്ളികൾ എടുക്കാൻ അല്ല വള്ളികൾ എടുക്കണല്ല ബ്രോ. ഒരു അമ്മയ്ക്ക് വിളിച്ചിട്ട് എങ്ങനെ ബ്രോ ഒന്നും മിണ്ടാതെ അമ്മയ്ക്ക് ഇപ്പൊ നിങ്ങളെ ഓൾറെഡി നമ്പർ ലീക്ക് ആക്കി വിളിച്ചു. ഇതെന്തോ സംഭവം ഒരു ടാർഗറ്റഡ് ആയിട്ടാണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് ഫീൽ ആവുന്നത്. കറക്റ്റ് കാണുന്നവർക്ക് ആയിരിക്കും ഇങ്ങനെ തോന്നുള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ എന്താ കണ്ട ആരോട് ചോദിച്ചപ്പോ എല്ലാരും ഒരു അഭിപ്രായം വന്നത് ഇങ്ങനെയാണ്. എന്തായിരുന്നു അഭിപ്രായം? എന്തായിരുന്നു? ഇങ്ങനെ ഒരു പുതിയ ഇത് വരുമ്പോ ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടി കോൺട്രവേഴ്സിക്ക് ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ മണവാളം ബ്രോ. കോൺട്രവേഴ്സി ഒന്നും പിടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ ഒരു ലൈവ് ചെയ്യണ ഒരു വ്യക്തിയാണ്. നമ്മൾ എവിടെ നിന്നാണ് ലൈവ് ചെയ്യണമെന്നും ആരെ വീട്ടിൽ നിന്നാണ് ലൈവ് ചെയ്യണമെന്നും കോൺട്രവേഴ്സിക്കോ റീച്ചിനോ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ കോൺട്രവേഴ്സി ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഒരുപാട് ഇതാക്കി ഞാൻ നിങ്ങളടുത്ത് പറയല്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ബ്രോ. എൻ്റെ നമ്പർ ഇപ്പോൾ ആരോ ലീക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 50 കോൾ എനിക്കിപ്പം വന്ന് ഇപ്പോൾ എൻ്റെ നമ്പർ ആരോ ഇപ്പോൾ ഇതാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബ്രോയുടെ നമ്പർ ഞാൻ അത്രയും ഹൈ സ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ബ്രോയെ വിളിച്ചത്. എൻ്റെ നമ്പർ ഇപ്പോൾ ആരോ പബ്ലിക്കാക്കി. കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഇത് ചോദിക്കാൻ വേണ്ടി ബ്രോയെ വിളിച്ചത്, വിത്ത് റെസ്പെക്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്, അത്രയേ ഉള്ളൂ. കാരണം ഞാൻ
ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. നമ്പർ ലീക്കായി, നമ്പർ